ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പോത്തൻ തേടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. കണ്ടില്ലേ, കണ്ടാ എന്നാ വലുത് നോക്കി, എൻ്റെ തന്നെ എത്ര ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഇമാതിരി ഒരു പോത്തിനെ നമുക്ക് ഇന്ന് നമ്മുടെ നാസി എടുത്താൽ കേട്ടോ. 3 ഉണ്ട് ഇതുപോലത്തെ. ബാക്കി നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഏണ്ട 3 കൂടെ 3-3.5 കിലോളം ഉണ്ട്. അപ്പം കണ്ടില്ലേ, ഇതൊരെണ്ണം മതി നമുക്കാണെങ്കിൽ ഒരു ദിവസത്തെ കറിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവനെയാണെങ്കിൽ വെട്ടി കറി വയ്ക്കുന്നൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ കണ്ടേ നമ്മുടെ തേട് ഇതാ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല വലിയ തലയാണ് കണ്ടോ. ഉഫ്, യമണ്ടൻ തല എന്താ നിനക്കാ ആലോചിക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ എൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. അതാണ്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മറ്റേ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്താ കിടക്കുന്നു? എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ആലോചിക്കാം. ഇത് എൻ്റെ സ്പെഷ്യൽ കറിയാട്ടോ. ഇത് കൊല്ലംകാരുടെയും കോട്ടയംകാരുടെയും കറിയല്ല, എൻ്റെ സ്വന്തം സ്പെഷ്യൽ കറി. അതുകൊണ്ട് അതെ, അതിന് ഏറി കയറാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം സ്പെഷ്യൽ കറി. അപ്പം എണ്ണ ചൂടായി വന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് ഞാൻ ഒരിടത്ത് വായിച്ചപ്പം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാറില്ല. അതിനകത്തേക്ക് നമുക്കാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതച്ച് വെച്ചത് അതിവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ടാണെങ്കിൽ മുളക് പൊടി ഇടാം. ഇത് ഞങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടി കേട്ടോ, നമ്മൾ കവർ മുളക് പൊടിയല്ല. അതുകൊണ്ട് ഇതിന് എരിവ് കുറവും കളർ ഭയങ്കര കൂടുതലുമാണ്. അതാണ് ഇത്തിരി കൂടുതൽ ഇട്ടുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ വിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടൻ രാവിലെ മൊത്തം മഞ്ഞപ്പൊടിയും തട്ടിക്കളഞ്ഞു, കണ്ടില്ലേ. ഇനി ഒരു ശകലം മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇനി ഇരിക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിനകത്ത് ഞങ്ങൾ മല്ലിപ്പൊടി ഇടാറില്ല. എന്നിട്ട് നമുക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വടക്കംപുളി ആണെങ്കിൽ വെള്ളത്തിയിട്ട് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ സാധാരണ പിഴിപുളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഡോറ വന്നതിന് ശേഷമാണ് നമ്മളിവിടെ വടക്കംപുളി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങളിവിടെ പിഴിപുളിയാണ് മീൻകറിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് ചൂടായി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത്, വെള്ളം ഇനിയും വേണം, കാരണം നല്ല കൊഴുപ്പുണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് മസാല ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാവേ. അപ്പോൾ അങ്ങനെ കറി തെളിച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്ന കറിക്കകത്തോട്ട് ഹായ്, അവിടുന്ന് ഹായ് ആയിരുന്നുണ്ട് കേട്ടോ ഒരാൾ. 2-3 പച്ചമുളകും വേണ്ടേ, ആ തിളച്ചതിനകത്തോട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 തക്കാളി നെടുകെ കീറി. അയ്യോ, അത് തീർച്ചു പോയി. എനിക്ക് പലകേടം വിളിച്ച് അരിഞ്ഞ വാക്ക്, ഇങ്ങനെ വെച്ച് അരിഞ്ഞ് വാക്കില്ല, അതാണ്. ഇതിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഞാനങ്ങ് ചെയ്യണേ. ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമുക്കാണെങ്കിൽ നമ്മളിടുന്നത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയാണ്. മീൻ ഇട്ടിട്ടില്ല ഇതുവരെ, മീൻ ഇടാതെയാണ് ഞാനിതെല്ലാം ഇടുന്നത്. നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളകി നല്ല കുറുകിയ കറി. അതിനകത്തോട്ട് നമുക്കിനി മീനിട്ട് കൊടുക്കാം. ആദ്യമായി വേണ്ട ഉപ്പൊക്കെ ഇട്ട്, ഇല്ല ഉപ്പിട്ടില്ല, ഉപ്പിടണം. ഇടാം. തല ആദ്യം വെച്ച് കൊടുത്തു. പിന്നെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല വലിയ പീസാണ്. ഓ, വെള്ളം ഇനിയും വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ഇട്ടു. ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം. ഉപ്പിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാവേ. ഉപ്പിട്ടു. ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഇത് നല്ല കൊഴുത്ത കറിയുണ്ട്, നല്ല കൊഴുപ്പുള്ള കറി. അങ്ങനെ നമ്മുടെ എന്ത് കൊഴുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മതി. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് അടിപൊളി കറിയാണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ഇനി ഇവർക്ക് കൊടുത്തതിന് ശേഷം ഇവരുടെ അഭിപ്രായം അറിയാവേ. അതായത് നല്ല വലിയ തല, ഈ തല എൻ്റെ തലയാണ്. അയ്യോ,
ഭാഗ്യം. തൻകൊതി താഴെ. അപ്പോൾ ഇന്ന് ഈ തല എനിക്കുള്ളതാണ്. ബാക്കിയുള്ള ഇവർ ടേസ്റ്റ് നോക്കിയിട്ട് പറയും. കഴിഞ്ഞു. എന്തോ എൻ്റെ സ്പെഷ്യൽ തേട് കറി എങ്ങനെയുണ്ട്? കൊള്ളാവോ? എരിവും പുളിയും ഉപ്പെല്ലാം ഉണ്ട്. കൊള്ളാവോ? സൂപ്പർ. വായിന്ന് വെള്ളം തെറിച്ചല്ല, കൊതിയാണോ? ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്തോന്ന് തല അങ്ങനെ തരുന്നില്ല, തല എൻ്റെയാ. ഈ 3 ഇരിപ്പുണ്ടല്ലോ, 3 ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ ഒരു തല നീ എടുത്തോ. ആ